ഞാൻ എൻ്റെ ഡിവോഴ്സിൻ്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിൻ്റെ പദ്ധതി നിത സതീശ് എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ നിന്ന് സെൻറ്റിമെൻ്റായിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. മനസ്സിലാക്കണം. സമയം ഇപ്പോൾ 11:17. നമ്മളിപ്പോഴും എല്ലാവരും പാടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. മല്ലു ഫാമിലിയാണ് വിഷയം എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല. അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് കാര്യം പറയാം. അവരുടെ സെപ്പറേഷൻ സ്റ്റോറിയൊക്കെ അറിഞ്ഞവരായിരിക്കാം എൻ്റെ ഈ വീഡിയോ കാണാൻ വരുന്നവർ. കാരണം മല്ലു ഫാമിലിന് ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളികൾക്ക് വ്ളോഗുകൾ കാണുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഫാമിലിയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോയും കാണാൻ വരാനുള്ള റീസൺ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് ആയതുകൊണ്ടും സോഷ്യലി ട്രെൻഡിങ് അല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇപ്പോഴും ഇവരെ ഫോളോ ചെയ്യുന്നതും പിന്നെ ഇവരുടെ ലൈഫിൻ്റെ ഒരു സമയത്ത് ഇവരുടെ വ്ളോഗുകളിലൂടെയും ഒക്കെ അവരുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നിന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കമൻറ്റ് ബോക്സിലൂടെയും ഇവിടെയൊക്കെ അവർ ചർച്ച ചെയ്യും. അങ്ങനത്തെ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ. ഇതിപ്പോൾ ഒന്ന് ഇവരുടെ ഈ വിഷയം ഈ സുജിൻ അന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞ സമയത്ത് സുജിൻ പറഞ്ഞു ഇനി അതിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളതെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ സുജിൻ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ആയിട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ അതിൽ സുജിൻ ആ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീല് ഈ വൈഫ് പോസ്റ്റ് ചെയ്തു. ഈ പൊന്നൂസ് ഒരു റീല് പോസ്റ്റ് ചെയ്തു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള റീല്. ആ കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. ആ കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർ എനിക്ക് ആ കുട്ടികളുള്ളതുകൊണ്ട് അതെനിക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ റീസൺ അതിൻ്റെ സോങ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു റീൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ടാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ബർത്ത്ഡേ സോങ് എന്നുള്ള കണ്ടീഷനിൽ വേണമെങ്കിൽ ഒരുപാട് പാട്ടുകൾ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് അവരതിന് സെലക്ട് ചെയ്തത് സർവം മായ എന്ന് പറഞ്ഞ സിനിമയിലുള്ള മായാജാലമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനത്തെ മൈന്യൂട്ടൊക്കെ നോക്കുമോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും ആൾക്കാർ. പക്ഷേ ഇതിങ്ങനെ പറയാനുള്ള കാരണം അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മായാജാലം എന്ന പാട്ട് പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് വരി തന്നെ വേർപാട് അങ്ങനത്തെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിവിൻ പോളിയുടെ. അപ്പോൾ അതിലിങ്ങനെ വേർപാട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹൈലി ഇമോഷണലായിട്ട് ഒരു അമ്മയും, അതായത് ഒറ്റയ്ക്ക് അച്ഛനില്ലാതെ ജീവിക്കുന്ന കുട്ടികളെ കൊണ്ട് ജീവിക്കുന്ന ഒരമ്മ മക്കളെ കെട്ടിപ്പിടിക്കുന്നു, മക്കൾ അമ്മയോട് കാണിക്കുന്ന എഫെക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു റീലായിരുന്നു അത്. സ്വാഭാവികമായിട്ടും ആ ഒരു റീല് കാണുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവനോട് ഒരു ദേഷ്യം തോന്നും. കാരണം എന്താ വെച്ചാൽ അതങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അച്ഛനായിരുന്നു കുട്ടികളോട് ഇങ്ങനെ ചെയ്ത് സെപ്പറേഷൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അമ്മേനോട് ദേഷ്യം തോന്നുന്ന പോലെ ഇവനോട് ദേഷ്യം തോന്നും. ആ ഒരു ദേഷ്യം അവരുടെ കമൻറ്റ് ബോക്സിൽ, അതായത് നിതാ സതീശൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള റീലിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. ഈ കമൻറ്റ് ബോക്സിൽ ഇത് ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് പേര് വളരെ ക്ലിയറായിട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഒരു കമൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്ന ഒരു വിഷയം വന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ അച്ഛൻ കള്ളുകുടിക്കുന്നൊരു വ്യക്തിയാകുമ്പോൾ മക്കൾ കള്ളുകുടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ അത് കണ്ടു വളർന്നിട്ടുള്ളൊരു മകൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ കാലത്ത് ഇവരുടെ ലൈഫിൽ, ഈ സുജിൻ്റെ ലൈഫിൽ അവരുടെ അച്ഛൻ അവരെ നോക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ടൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ അവരുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെ നിൻ്റെ മക്കൾക്കും വരുത്തിയില്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൊരു ആക്ഷേപം ഇവൻ കേട്ടിരുന്നു, സുജിൻ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡിഫൈഡ് വേർഷൻ ആയിട്ടുള്ളൊരു കമൻറ്റ് വന്നു. സുജിനും ചെറുപ്പത്തിൽ ഇതേമാതിരി അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ലേ, അപ്പോൾ ഇനി സുജിൻ്റെ മക്കളെ ഇങ്ങനെ ഈ രീതിയിലാക്കണോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നും പറഞ്ഞിട്ട് അമ്മേനെ ഇൻവോൾവ് ചെയ്തിട്ടൊരു കമൻറ്റ് വന്നു. ഈ കമൻറ്റ് ആണ് സുജിൻ ഇന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതിന് മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പൊന്നൂസ് എൻ്റെ വൈഫ് പിന്നെ ഈ ഒരു വിഷയത്തിന് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള കണ്ടീഷനിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഒരു കമൻറ്റ് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ വിഷയം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം. കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ സുജിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത് ഇവരുടേതും. ഇനി ജസ്റ്റ് ഒരു കാര്യം ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ചെറിയ കാര്യം പറയുന്നത് വെച്ചാൽ ഫാമിലി വ്ളോഗേഴ്സ് സ്ഥിരം നേരിടുന്നൊരു പ്രശ്നമാണ്. രണ്ട് തരത്തിൽ
നമ്മൾ ഗ്രോത്തിൻ്റെ സമയത്ത് നമ്മൾ ഗ്രോ ചെയ്യുന്നത് വരെ നമുക്ക് എല്ലാവരെയും നമുക്ക് വേണ്ടി വരും. ഇപ്പോഴും അവർക്ക് വേണം, അവർക്ക് വേണ്ടാന്നല്ല, നമുക്ക് വേണ്ടി വരും. പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസം ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരും. അപ്പം ഇപ്പോഴും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണമെന്നുണ്ടെങ്കിലും ആൾക്കാരായിരിക്കും അവൻ ഇപ്പം അത്ര വലിയ വലുതായി, ഇപ്പോൾ അവൻ നമ്മളെന്ന് ആ ഒരു മെൻറ്റാലിറ്റി ഒരുപാട് പേർക്കുണ്ടായിരിക്കും. എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത്, ഒരുപാട് പേർക്കുണ്ടായിരിക്കും. ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് എന്ന് വെച്ചാൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്, ഒരുപാട് സൗഭാഗ്യങ്ങളാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനപ്പുറം അവർ ഒരുപാട് കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരൊക്കെ ഈ നിലയിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പല ആൾക്കാർ ഇത് ചിന്തിക്കില്ല. അവരോട് നിങ്ങളുടെ വീഡിയോ കണ്ട് സമയം ബുദ്ധിമുട്ടിച്ച് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായത് എന്നുള്ള ആ ഒരു, അതായത് എന്നെക്കൊണ്ടാണ് നീ നന്നായിട്ടുള്ളത് എന്നുള്ളൊരു കാഴ്ചപ്പാട് വെക്കുന്ന ആൾക്കാരാണ് ആ ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഫാമിലി പോലെ നിങ്ങളെ ഇവരുടെയൊക്കെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം വാച്ച് ചെയ്ത് ചെറിയ മുഖഭാവ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ വരെ കണ്ടുപിടിച്ചിട്ട് ഇവർ ഇതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു പരിധിയിൽ ഒരു 100%, 99%, 90% ഇതിന് മറുപടി കൊടുക്കാൻ ഈ വ്ളോഗേഴ്സ് ശരിക്കും ബാധ്യസ്ഥരാണ്. പിന്നെ സമയക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഒരേപോലത്തെ കാര്യങ്ങളൊക്കെ പലരും കൊടുക്കാത്തത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. കാരണം ആൾക്കാർ ചോദിക്കുന്നതിന് യാതൊരു സംശയമില്ല. പിന്നെ പൊതുജനം പലവിധം, നമുക്ക് ഏത് രീതിയിലൊന്നും ഒരിക്കലും നമുക്ക് പെർസീവ് ചെയ്യാം, ആൾക്കാർ ഏത് രീതിയിലാണ് അതിനെടുത്തിട്ടുള്ളത് പെർസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാർ എന്ത് രീതിയിലുള്ള എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. അത് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. എസ്പെഷ്യലി ഇതുപോലെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം, അതായത് അച്ഛനില്ലാണ്ട് കുട്ടികൾ വളരുന്നു, പിന്നെ സ്വന്തം കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അവിടെയും സെപ്പറേഷൻ വരുന്നു. സെപ്പറേഷൻ വന്നതിന് ശേഷം ആ കുട്ടികൾ അങ്ങനെ അച്ഛനില്ലാതെ അങ്ങനത്തെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വൈഫ് ഒരു ഇത്രയും സാഡായിട്ടുള്ളൊരു BGM, സാഡല്ല ഭയങ്കര ടച്ചിങ് ആപ്റ്റ് ആൻഡ് ദി അതർ ടൈപ്പ് BGM ഒക്കെ ഇട്ടിട്ട് ഈ സാധനം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ചങ്ങാതിന് അതിൻ്റെ ആൾക്കാർ തെറി പറയും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള കണ്ടീഷനിലാണ് ഇവൻ വന്നിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും വേണ്ടത് റീച്ച് തന്നെയാണ്. ചാരിറ്റിക്കോ നേരം പോക്കിനൊന്നും ഒരാളും ഇടുന്നില്ല, അല്ലെങ്കിൽ വളരെ 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 വിരളമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യമില്ലാതെ ഒരാളും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ സ്വന്തം ലൈഫൊന്നും എക്സ്പോസ് ചെയ്ത് കാണിക്കില്ല, അതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫാമിലി വ്ളോഗേഴ്സ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത് റീച്ച് കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം എല്ലാ വർഷവും വരുന്നുണ്ട്. അത് മലയാളികൾക്ക് ഇടയിലുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടും നെഗറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊരു എൻട്രി കിട്ടും എന്നുള്ളൊരു കണ്ടീഷനുള്ളതുകൊണ്ട് പലരും ഇതിന് തുനിയും. they will resort to negative things in life so that അവർക്ക് ഈ ഒരു പറഞ്ഞ ബിഗ് ബോസിലേക്ക് എൻട്രി, പിന്നെ ഈ സുജിന് ബിഗ് ബോസിലേക്ക് വിളി പോയി എന്നുള്ളൊരു സംഭവം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കേട്ടത് അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിങ്ങനത്തെ നാടകമൊക്കെ ഇതിന് മുന്നേ കളിച്ചതുകൊണ്ടും ഇവർ പല രീതിയിലുള്ള നാടകങ്ങൾ ഇവരെ പോലത്തുള്ള വ്ളോഗേഴ്സ് എല്ലാവരും കാണിച്ചതുകൊണ്ടും, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വിഷയം പണ്ട് പിന്നെ ആ വിഹിതത്തിൻ്റെ പോസ്റ്റ് ഇട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തംബ്നെയിലിട്ടു, പ്ലസ് അതിൻ്റെ കൂടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയില്ല, വീട്ടിൽ പൊന്നൂസ് ഉണ്ടായും കൊണ്ടും അത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടും ഒരുപാട് പേര് ഇപ്പോഴും പഴയ കേസിൽ ഇവൻ അഭിനയിച്ചാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും ഈ കേസും ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോഴും ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇവൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവർ പറയുന്നുണ്ട്. ഒന്ന്, ഞങ്ങളെ 2 പേരെയും കുട്ടികളുടെ കൂടെ എവിടെയെങ്കിലും സ്കൂളിൽ എവിടെയും വിളിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാക്കരുത്, ഞങ്ങൾ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അവൻ്റെ അമ്മയോടും സിസ്റ്ററോടും യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, സിസ്റ്ററോടെ പോയി കമൻറ്റ് ഇട്ട് കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഞാൻ വളരെ മാന്യമായിട്ട് പറയുന്നു, ഇവരുടെ ലൈഫാണ്, നമുക്കത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അൺലെസ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കാരണം വെച്ചാൽ ഇത് ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ പല ആൾക്കാർക്കും നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്താണ് ഈ അഭിപ്രായങ്ങളുള്ള ആൾക്കാർ ഷെയർ ചെയ്ത് സംസാരിക്കുന്നത്. അവരുടെയൊക്കെ വീഡിയോസ് കാണുന്ന പല ആൾക്കാർക്കും ഒരുപാട് ലോയലായിട്ട് അവർ മാത്രം പറഞ്ഞ് കേട്ട് ഇങ്ങനെ ഇരുന്ന് മൂളിയിരിക്കാറില്ല. ഇങ്ങനെ മൂളിയിരിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അവർക്ക് സംസാരിക്കാൻ താല്പര്യം, കാണുന്ന വീഡിയോ കാണുന്നവർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ അടിയിലും അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യൂസ് കിട്ടുന്നത്. അല്ലാതെ ഇതെല്ലാം ഹെയ്റ്റ് കൊണ്ടോ അല്ല ഇഷ്ടം കൊണ്ടോ മാത്രമല്ല. ഇവൻ ഈ പറഞ്ഞ കാര്യം, എനിക്ക് സംശയമുള്ള കാര്യം, ഇന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ശരി. അപ്പോൾ അവിടെ ആ ഒരു റെക്കഗ്നീഷൻ അവരുടെ മനസ്സിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത്രയും കാലം ഇവരുടെയൊക്കെ വീഡിയോസ് മെനക്കെട്ട് കണ്ട് സമയം കളഞ്ഞ് കണ്ടിട്ടുള്ള ആ ഒരു വ്യൂവറുടെ അവരുടെ ആ ഒരു അവർ ചിന്തിച്ചിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു അംഗീകാരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളുടെ വ്യക്തിയുടെ സംസാരത്തിലൂടെ കേൾക്കുക എന്നുള്ള സമയത്ത് അവിടെ റീച്ച് കൂടും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സുജിൻ്റെ വീഡിയോ ജസ്റ്റ് ഒരു പോർഷൻ ഒന്ന് കേൾക്കാം. അത് കേട്ട ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ അമ്മയെ പറ്റിയൊരു കമൻറ്റ് മറ്റേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ കമൻറ്റ് നോക്കി മനസ്സിലാവും.
സുജിൻ കുഞ്ചുസ് വളർന്ന പോലെ തന്നെ കിടോ യുവമോളും അച്ഛനില്ലാതെ വളരണ്ടേ ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് അതാണ് സംഭവം. അത് വല്ലാത്തൊരു സ്ത്രീ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊരു ടിപ്പിക്കൽ ഒരു നോർമൽ ഓളി കമൻ്റാണിത്. ഓളി കമൻറ്റ് പറഞ്ഞാൽ പറയാമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം. ഇപ്പോൾ നമുക്ക് പല രീതിയിലും പറയാം. അങ്ങനെ അച്ഛനില്ലാതെ വളരണോ, ശ്രദ്ധിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതിന് പകരം ആ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമ്മേനെ അവിടെ അനാവശ്യമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. അമ്മ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, റിയൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടോ ബിഗ് ബോസിന് വേണ്ടിയിട്ടോ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്കൊന്ന് വിട്ട് വെക്കാം, നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്നവരെ എന്നും പറഞ്ഞിട്ടുള്ള നാടകം എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്യാത്ത പോസിബിലിറ്റി നമുക്ക് ഇവരുടെ സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ട് പറയാം. അല്ലാന്ന് തന്നെ വെക്കൂ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ അമ്മ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ അമ്മേനെ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നായിരിക്കണം ഇവന് ദേഷ്യം വന്നിട്ടുള്ളത്. സതീഷ് എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണത്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്കിതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഒക്കെ ശരിയാട്ടോ. ഇവൻ വളരെ കൃത്യമായിട്ട് ഇവൻ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ പൊന്തി വരിക. അതും നമ്മൾ കണക്കാക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ബട്ട് ഹി നോസ് എത്ര കാലം സോഷ്യൽ മീഡിയയിലുള്ളപ്പോൾ ഇത് ഇന്നെ പോലുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് ഈ ഒരു വിഷയം എങ്ങനെ ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യങ്ങൾ അറിയാം. കമൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളതും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളതും ഇത് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് ചാനൽസ് ഉണ്ട് എന്നുള്ളതും എല്ലാം അറിയുന്നവർ തന്നെയാണ് ഇവർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. നന്നായി അഭിനയിക്കാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ്. നമുക്കറിയില്ല. റിയൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എപ്പോഴും തീർന്നു പോട്ടെ. കുടുംബം തകരണമെന്നൊന്നും ഒരാൾക്കും ആഗ്രഹമില്ല. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് പോകാൻ കഴിവുള്ള ഫാമിലിയാണ്. വളരെ നല്ല ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫും അതെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രോത്തിന് വേണ്ടി ആൾക്കാർ എന്തൊക്കെ കൊടും പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മളല്ല ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു രീതിയിൽ കണ്ടു വേണമെങ്കിൽ ഡിസ്കസ് ചെയ്ത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എത്തിയിട്ടില്ല. ഇപ്പോൾ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പം തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത് അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവള് കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി. അത് കറക്റ്റ് കേട്ടോ. ഇനി ആവശ്യമില്ലാത്തതെന്ന് പറയണമെങ്കിൽ നമുക്കറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ തെറ്റ് ഇവൻ്റെ അങ്ങനത്തെ സ്റ്റോറിയൊക്കെ ഈ ലേഡി ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നലെന്ന് വരുന്നറിയാം ഇവൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്കും തോന്നിട്ടോ. കാര്യങ്ങളും സൈഡാക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവൾ പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. നാട്ടുകാർ ഈ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം കാണിച്ചു തരാം. എനിക്ക് വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. അത് നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചു തരാം. സത്യം പുള്ളിക്കാരിയും കുഞ്ചൂസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് ഇതും ഒരു പ്ലാനാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ഒരാളിങ്ങനെ ഒന്നും ഇതാക്കി നടക്കുക, മറ്റാൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരും കൂടി പിരിയാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഒരാൾ മാത്രം ഇത് ചർച്ചയ്ക്കിടുന്നത്? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എത്ര അധികം കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർ തമ്മിൽ
ഇങ്ങനെ പിരിയുന്ന സമയത്ത്. പിന്നെ എന്തിനാണ് അവരിത് ചർച്ചയ്ക്ക് ഇടുന്നത്? അപ്പോൾ ചർച്ചയ്ക്ക് ഇടുന്ന അങ്ങനെ ഈ ഒരാൾ സാഡ് സ്റ്റോറി ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റൊരാളോട് ഇത് വരും, ഡിസ്കഷൻ ലൈവായിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാൻ നമ്മുടെ ഓരോ തോന്നലാണ്. എന്തും സ്ക്രിപ്റ്റ് ചെയ്യാം ഇന്നത്തെ കാലത്ത്. കാരണം ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എന്തും സ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അതിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവായി നടക്കുന്ന ആൾക്കാർ ഇതും ചെയ്യാം അല്ലേ? ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഞാൻ ചോദിക്കണത്, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതിൽ ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറയില്ല, ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതികളും കാര്യങ്ങളും ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോന്റെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞു വെച്ചത്. കുറേ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓള് കുറച്ച് സെന്റിമെന്റലായിട്ട്, കുറച്ച് ഇമോഷണലായിട്ട്, കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കളഞ്ഞാലും ശരി, ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഈ സുജിൻ്റെ ഈ സംസാരമൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് കുറേ കാലമായിട്ട് നമ്മൾ ഇവനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല അല്ലേ? അറിയില്ല, അറിയില്ല കേട്ടോ. ഒരു പക്ഷേ ചിലപ്പോൾ യഥാർത്ഥത്തിൽ പാവൻ്റെ ലൈഫിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയ കാരണം നിസ്സഹായനായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി ആയിരിക്കാം. പക്ഷെ അറിയില്ല, ഈ അഭിനയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കഴിവുള്ള വ്യക്തികളായതുകൊണ്ട്. ഇതിലേക്ക് എൻ്റെ അമ്മേനെ വലിച്ചിടണ്ട, ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണലായിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോൾ ഓള് എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓളെടുത്ത് പല വട്ടവും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഇമോഷണലായിട്ടുള്ള സംഗതി ഉണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ വീഡിയോന്റെ അടിയിൽ എൻ്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോൾ അത് ഓൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഓളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതാ അതിൽ എൻ്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുത് എന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന് ഇതാക്കിയും കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോന്ന് പറയരുത്. ഇപ്പോൾ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്, പറയരുത് കേട്ടോ. സത്യം എന്നത് നമുക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ, അമ്മയ്ക്ക് ഒരു പക്ഷേ എന്നല്ല, അവർക്ക് അറിയണ്ടായിരിക്കില്ല. ഈ ഭാര്യയും ഭർത്താവും ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്കാരായില്ലേ, അപ്പോൾ അമ്മ എന്താ ചെയ്യുക, അവർ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരിക്കില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ലൈഫ് ഇങ്ങനെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, മോനെ നീ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ 10,000 വട്ടം അവർ പറഞ്ഞ് മടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ ചിലപ്പോൾ അവർ പറയരുത്, അതുകൊണ്ട് വീട്ടുകാരെ പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ റൂട്ട് കോസ്, ആ അമ്മ ഇന്ന് ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ആൾക്കാരുടെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, അതിന് കാരണവും ഇവൻ്റെ ഭാര്യ തന്നെയാണ്. നിങ്ങളാണ് ഇതിന് കാരണക്കാർ, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രവൃത്തികൾ കാരണമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആരായാലും അതുകൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ ഇരുന്നിട്ട് എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് ഇത് കാണുന്നത് നമുക്കറിയില്ലല്ലോ. എനിക്ക് എൻ്റെ കുട്ടികളെ വേണം, എനിക്ക് എൻ്റെ കുട്ടികളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്തറിയോ, ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6-7 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കുമ്പോൾ അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഓളത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യണത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പം അത് കാണുമ്പോൾ ഓൾക്ക് അതൊന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുകയാണ്, എനിക്കിതിനെ എടോ, ഇത്രയധികം തീരുമാനം നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തിട്ട് സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിച്ച് പോകുന്ന ആൾക്കാർക്ക് വിളിച്ച് പറഞ്ഞൂടെ അമ്മേനെ ഇടല്ലേ? എനിക്കറിയില്ല, നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ അല്ലേ, അവരുടെ ലൈഫാണ്. പക്ഷെ എന്നാലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കോണ്ടൻറ്റ് നല്ലൊരു കോണ്ടൻറ്റാണ്. എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം, കണ്ടോന്റെ തള്ള ചാവുമ്പോൾ കൈയൊട്ടി ശരിക്കും കുറെ ആൾക്കാരുണ്ടായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ പറയണേ, ഞാൻ ഓളെടുത്ത് ഇതിന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ മുന്നിൽ ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അവർക്കത് കണ്ടന്റാണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട്
എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞതാക്കാനും ഉല്ലസിച്ച് നടക്കാനും അതിനെ പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. മറ്റേ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് ഇട്ടപ്പോൾ ഓൾക്ക് 5,000-8,000 ഫോളോവേഴ്സ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്താണെന്ന് അറിയാത്തത്? അപ്പൊ ഞാൻ പറയാണ്, എൻ്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാൻ ഓളും കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെപ്പറ്റി മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളവിടെ പിരിയാന്ന് തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ കമന്റ് ചെയ്യുമ്പോൾ ഓൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ പറ്റി ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ടാറ്റ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഈ കമന്റ് ഒക്കെ ഓണായിട്ട് കിടക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇനി ഓൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. യെസ്, അപ്പോൾ ഇനി ഇവരിട്ട റീല് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ റീലിനടിയിൽ ഈ നിത സതീശൻ 6 മണിക്കൂർ മുന്നേ ഒരു കൊടുത്തിട്ടുള്ള കമൻറ്റാണ് കേട്ടോ. ഒരു റീൽ ഇട്ടതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയൊരു യാത്രയിലായിരുന്നു. അതിനിടയിൽ ആണ് ഈ റീൽ ഞാൻ പോസ്റ്റാക്കിയത്. മഴയും കറണ്ട് കട്ടും കാരണം ഫോൺ ഓഫായിരുന്നു. അമ്മയെപ്പറ്റി ഒരുപാട് മോശം കമൻറ്റ്സ് വന്നതും ഏട്ടൻ വീഡിയോ ഇട്ടതും എല്ലാം ഞാനിപ്പോൾ ഫോൺ ഓണായപ്പോൾ ആണ് അറിയുന്നത്. ഇമോഷണൽ ആവണം വിചാരിച്ച് പ്ലാൻ ചെയ്ത് എടുത്ത ഒരു റീൽ അല്ല അത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അറിയാതെ വന്നു പോയ സങ്കടം ആണ്. അതിനാരെയും നെഗ് ആക്കണം വിചാരിച്ച് വന്നതല്ല. സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലം ഉള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയൂട്ടോ, അറിയാതിരിക്കൊന്നുമില്ല ഏത് രീതിയിൽ. അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവരൊക്കെ അത്രയധികം മുകളിലെത്തിയത്. പിന്നെ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, അമ്മയെ ആരും ഒന്നും പറയരുത്. കാരണം ഞാനും ഏട്ടനും തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളൂ. അമ്മേനെ ആയിട്ട് ചേച്ചീനെ ആയിട്ടോ ഇനും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടും അവർ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അമ്മ അല്ല ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം. അമ്മ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നമായിട്ട് എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. അമ്മയും ഞാനും ഇപ്പോഴും ഡെയിലി കോൺടാക്ട് ചെയ്യുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ അമ്മയെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നത് എനിക്കും വേദന തന്നെയാണ്. ഈ ഒരു ഇത്രയും പ്രശ്നമാവുമെന്ന് കരുതിയില്ല. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനും കുറേ മറുപടി ഉണ്ട്. ഫുഡി നിത സതീശൻ പിന്നെ ഇതൊരിക്കലും അപ്പോൾ അതിന് വരും ഫുഡി സൗണ്ട്സ്. എന്തിനാ കുട്ടി നീ വീണ്ടും വീണ്ടും ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? സെൻറ്റിമെൻറ്റ്സ് പോകുന്നത് ഭാര്യയ്ക്കാണ് കേട്ടോ. ഇതൊരിക്കലും ഒരു താഴ്ന്നു കൊടുക്കലല്ല. അമ്മ എൻ്റെ ലൈഫിൽ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ ഇന്നൊന്നും അമ്മയും ഞാനും ചേച്ചിയും ഒരുപോലെ തന്നെയാണ്. ആ കമൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട്. എന്തായാലും നിത സതീശൻ ഒരുപാട് കമൻസ് ഉണ്ട്. സുജിൻ കൃഷ്ണ കാര്യം എന്താണെന്ന് അറിയാതെ എനിക്ക് ആരും മെസ്സേജ് അയക്കരുത്. അതിനും മറുപടി ഉണ്ട്. എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഈ കമൻറ്റ് താഴെ പറയുന്നു എന്ന് മാത്രം. രണ്ടുപേരും രണ്ട് വഴിക്ക് നടക്കാൻ തീരുമാനിച്ചവർ ആണ്. എനിക്ക് എൻ്റേതായ ലൈഫുണ്ട്, ഏട്ടൻ്റേതായ ലൈഫുണ്ട്. ഞാനിടുന്ന റീൽസ് ബേസ് ചെയ്ത് ഏട്ടനോടോ ഏട്ടൻ ഉദ്ദേശിക്കുന്ന റീൽസ് ബേസ് ചെയ്ത് എന്നോടോ ഇനി വന്ന് പറയേണ്ട ആവശ്യം സത്യത്തിലില്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കുക. കാരണം എന്താ അറിയോ, വേറെ വല്ല പണിക്കും പോവുക. ഈ വക വീഡിയോസൊന്നും കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ പോയി കമൻ്റ് ഇട്ടിട്ട് സമയം കളയണ്ട. വേറെ വല്ല പരിപാടിക്കും പോവുക. അപ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് വരുന്നത് എന്താണെന്നുള്ള റീസൺ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രശ്നങ്ങൾ തീർന്നു പോട്ടെ. ലൈഫിൽ ആരാണെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല ലൈഫിലല്ലേ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് എന്ത് ആക്ഷൻ വെച്ചാൽ എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ നെക്സ്റ്റ് എടുക്കുക. അതിൻ്റെ ആൾക്കാർ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. 1000 കുടത്തിൻ്റെ വായ അല്ലേ.